ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ടൈറ്റിൽ പീസ്ഫുൾ പാരൻ്റ്. സന്തോഷമുള്ള കുട്ടികളെ വളർത്താനുള്ള ഏറ്റവും വലിയ രഹസ്യം. ഒരു ചോദ്യം: നിങ്ങളുടെ കുട്ടി നിങ്ങളെ ഓർക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് എന്തായിരിക്കും? എപ്പോഴും വഴക്ക് പറയുന്ന ഒരു മാതാപിതാവോ, അല്ലെങ്കിൽ സുരക്ഷിതത്വവും സ്നേഹവും നൽകുന്ന ഒരാളോ? നല്ല മാതാപിതാവുക എന്നത് കുട്ടിയെ നിയന്ത്രിക്കുന്നതല്ല, കുട്ടിയുടെ മനസ്സിലേക്ക് ഒരു സുരക്ഷിത തുറമുഖമാകുകയാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച മാതാപിതാക്കൾക്ക് പോലും തെറ്റുകൾ സംഭവിക്കും. പക്ഷേ അവരെ വ്യത്യസ്തരാക്കുന്നത് ഒരു കാര്യമാണ്: അവർ ആദ്യം സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കുന്നു. ഇന്ന് പീസ്ഫുൾ പാരൻ്റ് ഹാപ്പി കിഡ്സ് എന്ന പുസ്തകത്തിലെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ചില ആശയങ്ങളിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. ഭാഗം 1: കുട്ടികൾ നിങ്ങളുടെ വാക്കുകളേക്കാൾ നിങ്ങളുടെ ജീവിതത്തെ പഠിക്കുന്നു. കുട്ടികൾ നമ്മൾ പറയുന്നത് മാത്രം കേൾക്കുന്നില്ല, നമ്മൾ ജീവിക്കുന്ന രീതിയാണ് അവർ പഠിക്കുന്നത്. നിങ്ങൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും കോപിക്കുന്ന ആളാണെങ്കിൽ അവൻ പഠിക്കുന്നത് കോപമാണ്. പ്രശ്നങ്ങൾ വന്നാലും നിങ്ങൾ ശാന്തത പാലിക്കുന്ന ആളാണെങ്കിൽ അവർ പഠിക്കുന്നത് ക്ഷമയാണ്. കുട്ടികൾക്ക് ജീവിതത്തിലെ ആദ്യ അധ്യാപകൻ സ്കൂളിലെ ടീച്ചറല്ല, അത് അവരുടെ മാതാപിതാക്കളാണ്. നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും അവരുടെ ഭാവിയുടെ ഒരു പാഠപുസ്തകമാണ്. അതിനാൽ ചോദിക്കൂ: എൻ്റെ കുട്ടി എന്നെപ്പോലെ ആയാൽ എനിക്ക് സന്തോഷമുണ്ടാകുമോ? ഈ ചോദ്യത്തിന് ആത്മാർത്ഥമായ മറുപടി നൽകാൻ കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനകം തന്നെ ഒരു മികച്ച മാതാപിതാവാകാനുള്ള വഴിയിലാണ്. രണ്ടാമത്തെ ഭാഗം: തിരുത്തുന്നതിന് മുമ്പ് ബന്ധം സൃഷ്ടിക്കും. മിക്ക മാതാപിതാക്കളും കുട്ടി തെറ്റ് ചെയ്താൽ ആദ്യം ശകാരിക്കും. പക്ഷേ ഈ പുസ്തകം പറയുന്നത് വ്യത്യസ്തമാണ്. ബന്ധം ആദ്യം, തിരുത്തൽ പിന്നീട്. ഒരു കുട്ടി തെറ്റ് ചെയ്യുമ്പോൾ അവൻ ആദ്യം പേടിച്ചിരിക്കാം. അവന് ഏറ്റവും ആവശ്യമുള്ളത് ശിക്ഷയല്ല, മനസ്സിലാക്കലാണ്. ഉദാഹരണത്തിന്, ഒരു ഗ്ലാസ് അബദ്ധത്തിൽ കുട്ടിയുടെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിയെന്ന് കരുതും. ഉടൻ ശകാരിക്കുന്നതിന് പകരം ഇങ്ങനെ പറയും: സാരമില്ല, നിനക്കെന്തെങ്കിലും പറ്റിയോ? ആ ഒരു വാചകം കുട്ടിയുടെ മനസ്സിൽ ജീവിതകാലം മുഴുവൻ നിലനിൽക്കും. സ്നേഹത്തോടെ പറയുന്ന ഉപദേശം ഭയത്തോടെ പറയുന്ന ശകാരത്തേക്കാൾ വളരെ ശക്തമാണ്. ഭാഗം 3: നിങ്ങളുടെ വികാരങ്ങൾക്ക് ഉത്തരവാദി നിങ്ങൾ തന്നെയാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നീ ആണ് എന്നെ ദേഷ്യം പിടിപ്പിച്ചത്. പക്ഷേ സത്യം തെറ്റാണ്. കുട്ടികൾ നമ്മുടെ കോപം ഉണ്ടാക്കുന്നില്ല, അവർ നമ്മുടെ ഉള്ളിലുള്ള വികാരങ്ങളെ പുറത്തു കൊണ്ടുവരിക മാത്രമാണ് ചെയ്യുന്നത്. ഒരു നല്ല മാതാപിതാവ് ആദ്യം തൻ്റെ മനസ്സിനെ പരിശീലിപ്പിക്കുന്നു. കോപം വരുമ്പോൾ 10 സെക്കൻഡ് നിശബ്ദനാകൂ. 3 ആഴത്തിലുള്ള ശ്വാസമെടുക്കൂ. അതിനുശേഷം മാത്രം സംസാരിക്കും. കോപത്തിൽ പറഞ്ഞ ഒരു വാക്ക് കുട്ടിയുടെ മനസ്സിൽ വർഷങ്ങളോളം മുറിവ് നൽകാം. പക്ഷേ ശാന്തതയിൽ പറഞ്ഞ ഒരു വാക്ക് അവൻ്റെ ആത്മവിശ്വാസം വളർത്തും. അതുകൊണ്ട് ഓർക്കുക, കുട്ടികൾക്ക് പൂർണ്ണതയുള്ള മാതാപിതാക്കളെ വേണ്ട,
തെറ്റ് ചെയ്താൽ അത് സമ്മതിക്കുന്ന മാതാപിതാക്കളെയാണ് അവർ കൂടുതൽ സ്നേഹിക്കുന്നത്. ഭാഗം 4 ശിക്ഷയല്ല, ജീവിത പാഠമാണ് വേണ്ടത്. അച്ചടക്കം എന്നത് ശിക്ഷയല്ല, അത് പഠിപ്പിക്കലാണ്. ഓരോ തെറ്റും ഒരു അവസരമാണ്. കുട്ടി കള്ളം പറഞ്ഞോ, അവനെ അപമാനിക്കേണ്ട. സത്യസന്ധതയുടെ വില മനസ്സിലാക്കി കൊടുക്കും. കുട്ടി മറ്റൊരാളോട് മോശമായി പെരുമാറിയോ, അവനെ ശകാരിക്കാതെ സഹാനുഭൂതി എന്താണെന്ന് പഠിപ്പിക്കും. ഓർക്കുക, നിങ്ങളുടെ ലക്ഷ്യം ഒരു അനുസരണയുള്ള കുട്ടിയെ വളർത്തലല്ല, ഉത്തരവാദിത്തമുള്ള, കരുണയുള്ള, ആത്മവിശ്വാസമുള്ള ഒരു മനുഷ്യനെ വളർത്തലാണ്. ഭാഗം 5 സമാധാനമുള്ള വീട്, സന്തോഷമുള്ള ജീവിതം. ഒരു വീട് മനോഹരമാകുന്നത് വിലപിടിപ്പുള്ള ഫർണിച്ചറുകൾ കൊണ്ടല്ല, അവിടെ ജീവിക്കുന്ന ആളുകളുടെ സമാധാനം കൊണ്ടാണ്. ദിവസവും വെറും 15 മിനിറ്റ് നിങ്ങളുടെ കുട്ടിയോടൊപ്പം ചെലവഴിക്കൂ. മൊബൈൽ ഒഴിവാക്കൂ, ടെലിവിഷൻ ഓഫ് ചെയ്യൂ. അവൻ പറയുന്നത് കേൾക്കൂ, അവനൊപ്പം കളിക്കൂ, ചിരിക്കൂ. ഈ ചെറിയ നിമിഷങ്ങളാണ് വലിയ ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നത്. കുട്ടികൾ നിങ്ങൾ വാങ്ങിക്കൊടുത്ത കളിപ്പാട്ടങ്ങൾ മറന്നേക്കാം, പക്ഷേ നിങ്ങൾ നൽകിയ സ്നേഹവും സുരക്ഷിതത്വവും അവർ ഒരിക്കലും മറക്കില്ല. അതിൻ്റെ അവസാനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു കാര്യം മാത്രം ഓർക്കുക, നല്ല മാതാപിതാവാകുന്നത് കുട്ടിയെ മാറ്റുന്നതിലൂടെയല്ല, സ്വയം മാറുന്നതിലൂടെയാണ്. നിങ്ങളുടെ സമാധാനം നിങ്ങളുടെ കുട്ടിയുടെ ആത്മവിശ്വാസമാകും. നിങ്ങളുടെ ക്ഷമ അവൻ്റെ ഭാവിയിലെ ശക്തിയാകും. നിങ്ങളുടെ സ്നേഹം അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്താകും. അതിനാൽ ഇന്നു മുതൽ ഒരു തീരുമാനമെടുക്കൂ. ഞാൻ എൻ്റെ കുട്ടിയെ ജയിക്കാൻ ശ്രമിക്കില്ല, ഞാൻ അവൻ്റെ ഹൃദയം നേടാൻ ശ്രമിക്കും. കാരണം ശാന്തനായ ഒരു പിതാവ് വളർത്തുന്നത് നല്ല കുട്ടികളെ മാത്രമല്ല, നല്ലൊരു സമൂഹത്തെയാണ്. നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇത്തരം ജീവിതം മാറ്റുന്ന പുസ്തകങ്ങളുടെ സാരാംശങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.